ഇവർ രണ്ടുപേരും ഏതാണ്ട് ഒരേ കാലഘട്ടത്തിൽ യുവജനോത്സവത്തിൽ ഒരാൾ പക്കമേളം വായിക്കുകയും ഒരാൾ പാടുകയും ചെയ്തുകൊണ്ട് തുടങ്ങിയവരാണ്. ലളിതഗാനത്തിൽ ഒന്നും രണ്ടും സ്ഥാനക്കാരാണ്. മാത്രവുമല്ല അദ്ദേഹത്തിന് അത്രയേറെ ബഹുമാനമായിരുന്നു ദാസേട്ടനെ. അപ്പോൾ ആ ബഹുമാനം നിലനിർത്തിക്കൊണ്ട് തന്നെ, മാത്രമല്ല ദാസേട്ടൻ ചെന്നൈയിലെത്തുമ്പോൾ ഇദ്ദേഹത്തിന് അവിടെ ജോലിയുണ്ട്, ഇദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ വീട്ടിൽ താമസിച്ച കഥകളൊക്കെ വായിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഒരു സ്റ്റുഡിയോയുടെ അല്ലെങ്കിൽ ഒരു കാസറ്റ് കമ്പനിയുടെ പിന്തുണ കൊണ്ടോ അല്ലെങ്കിൽ ഒരു നടനുമായി തൻ്റെ ശബ്ദം യോജിച്ച് പോകുന്നത് കൊണ്ടോ നിലനിന്നൊരു അല്ലെങ്കിൽ സർവൈവ് ചെയ്ത ഒരു ഗായകനല്ല ജയേട്ടൻ. അങ്ങനെ പറയാൻ നമുക്ക്, ഞാൻ ഈ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലാവും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പ്രോത്സാഹനവും കൊണ്ടല്ല ജയേട്ടൻ പാടി തെളിഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ശബ്ദം എന്ന് പറയുന്നത് ഒരു മാസ്മരിക ശബ്ദമാണ്. അതിൻ്റെ വെർസറ്റാലിറ്റി, അതിൻ്റെ ഒരു റേഞ്ച് എന്ന് പറയുന്നത് ഈ പൂവേ പൂവേ പാലപ്പൂവേയും പൂക്കൾ പനിനീർ പൂക്കളും വരെയുള്ള പാട്ടുകൾ പാടുമ്പോഴും മഞ്ഞലയിൽ മുങ്ങിത്തൂർത്തി പോലെയുള്ള പാട്ടുകൾ പാടുമ്പോഴുമുള്ള ആ ഒരു റേഞ്ചാണ്. അപ്പോൾ അത് ശരിക്കും നമുക്ക് ഒരു പക്ഷേ അദ്ദേഹത്തിന് ശാസ്ത്രീയമായി അത്തരത്തിലൊരു ശിക്ഷണം കിട്ടാത്തത് കൊണ്ടുകൂടി ആയിരിക്കാം. അദ്ദേഹം ശബ്ദം കൊണ്ട് ശരിക്കും, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, അദ്ദേഹം നല്ലൊരു അഭിനേതാവായിരുന്നു. ആ അഭിനയം അദ്ദേഹം ശബ്ദത്തിലൂടെ അഭിനയിച്ചു. അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹം ഭാവഗായകനായി മാറിയത്. അദ്ദേഹം ഭാവം അത്രയേറെ ഉൾക്കൊണ്ടിട്ടാണ് അദ്ദേഹം പാടിയിരുന്നിരുന്നത്. അപ്പോൾ അത് ഒരു പക്ഷേ വ്യവസ്ഥാപിത ചട്ടക്കൂടിലുള്ള സംഗീതത്തിൻ്റെ എല്ലാ ചിട്ടവട്ടങ്ങളും ഒപ്പിച്ചിട്ടുള്ള പെർഫെക്ഷൻ എന്നുള്ളതിനപ്പുറം അതിന് കുറച്ചുകൂടി അതുകൊണ്ടൊരു മ്യൂസിക് കൊണ്ടുള്ളൊരു കളിക്കാനുള്ള, അല്ലെങ്കിൽ കുറച്ചുകൂടി പ്ലേഫുള്ളായിട്ടുള്ള ഒരു രീതി സത്യം പറഞ്ഞ ജയചന്ദ്രൻ്റെ പാട്ടിലുണ്ട് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. പ്രത്യേകിച്ചും ഇവർ രണ്ടുപേരും പാടിയിട്ടുള്ള കുറച്ച് യുഗ്മഗാനങ്ങളുണ്ട്. ഖവാലി ശൈലിയിലുള്ളതുമുണ്ട്. അതുപോലെ മറ്റേ അരക്കളൻ മുക്കാക്കളനിലൊക്കെ ഒരു മത്സരപ്പാട്ട് പോലെ രണ്ടുപേര് പാടിയ, പ്രേം നസീറും ആടൂർ ബാസിയും അഭിനയിക്കുന്നൊരു പാട്ട് സീനൊക്കെ ഉണ്ട്, ശാസ്ത്രീയ പശ്ചാത്തലത്തിലുള്ളതാണ്. അതൊക്കെ കാണുമ്പോഴും ദാസേട്ടൻ പാടുന്ന, യത്നലളിതമായി പാടുന്ന പാട്ടുകളുടെ ഒരു പോയിൻ്റ് മുകളിൽ ജയചന്ദ്രൻ്റെ ശബ്ദവും പാട്ടും നിന്നിട്ടുള്ളതായിട്ട് തോന്നാം. അത് ഈ ഒരു പ്ലേഫുൾനെസ്സാണ്. അപ്പോൾ അതാണ് കുറച്ചുകൂടി വെർസറ്റൈൽ. ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കാം ഇത്തരത്തിൽ. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, ഇപ്പം നമ്മുടെ യുവതലമുറ ഏറ്റവും കൂടുതൽ പാടുന്നത് നമ്മളൊന്ന് നോക്കിയാൽ ദാസേട്ടൻ്റെ പാട്ടുകളെ തീർച്ചയായിട്ടും പാടുന്നുണ്ട്, ഇല്ലെന്നല്ല പറയുന്നത്. പക്ഷേ ജയചന്ദ്രൻ്റെ പാട്ടുകൾ കൂടുതൽ പാടുന്നു എന്ന് പറയുന്നത് അദ്ദേഹം കാലത്തിനൊത്ത്, അദ്ദേഹത്തിൽ എപ്പോഴും ഒരു യുവാവോ ഒരു കുട്ടിയോ ഒക്കെ ഉണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. പലപ്പോഴും ഇന്ന് കാണുന്ന ഒരു 4 വർഷം കഴിയുമ്പോൾ വേറൊരു രൂപത്തിൽ മീശ പിരിച്ച് അല്ലെങ്കിൽ ബുൾഗാൻ വെച്ച് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വരും. ഈവൻ അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ കണ്ടിട്ടുള്ളവർക്കറിയാം, ജിമ്മ് ബോഡിയൊക്കെ കാണിച്ചിട്ട് വരുന്ന ഒരു പല രൂപത്തിൽ. അവിടെയൊക്കെ ഒരു കുട്ടിത്വം, ഒരു കുസൃതി ഒക്കെ ഉണ്ട്, യുവത്വം എന്നൊരു സാധനമുണ്ട്. അപ്പം മക്കളുടെ തലമുറയിലേക്കും അവരുടെ സ്പന്ദനങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു ശ്രമവും അത് സംഗീതത്തിൽ പകർത്താനുള്ളൊരു ശ്രമവും അദ്ദേഹത്തിനുണ്ടായിരുന്നു.